ഈശാവാസ്യോപനിഷത്തിന്റെ 7-ാം പേജില് 4-ാമത്തെ പങ്ക്തി കണ്ടോ? ഈശ്വതൃ ഈശിതവ്യ ഭാവേന തർഹി ഭേദഃ പ്രാപ്തഃ. അപ്പൊ അതിന് മുന്നേ എന്താ പറഞ്ഞത്? മായോപാധേർ ഈശാന കർത്തൃത്വ സംഭവാ. മായ ഉപാധിയായിട്ടിരിക്കുന്ന ചേതനൻ അവൻ ആരായിരിക്കും? ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ ഈശ്വരൻ. ജഗത്തിന്റെ കർത്താവാകാം. ഈ മായ എവിടെ ഇരിക്കുന്നേ? മായ ഈ കൽപ്പിതമല്ലേ? ജീവനിൽ. ജീവൻ ബ്രഹ്മല്ലേ? മായ കൽപ്പിതമല്ലേ മായ? കൽപ്പിതമാണെങ്കിലും ഇവിടെ ഇരുത്തണ്ടേ? ഉപാധി. മായ സഹകാരി കാരണമായിക്കൊണ്ട് ബ്രഹ്മത്തിലിരിക്കണം. ആശ്രയത്വ വിഷയത്വ ഭാഗിനി. ആശ്രയത്വം ഭജതീതി ആശ്രയത്വ ഭാഗി. വിഷയത്വം ഭജതീതി വിഷയത്വ ഭാഗി. ഭജസേവായാം. ആശ്രയവും വിഷയവും ഒറ്റ ചേതനാണ്. നിർവിഭാഗ ചിരി എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശുദ്ധ ചൈതന്യമാണ്. അതെന്തുകൊണ്ട് ജീവനാവത്തില്ല? അന്നേരം പിന്നെ പറയാണ് പൂർവസിദ്ധ തമസ്വഹ പശ്ചിമ ആശ്രയോ ന ഭവതി. പൂർവസിദ്ധ തമസ് എന്നുള്ളത് കൊണ്ട് അവിദ്യ എന്നുള്ള മായയാണ് ഉദ്ദേശിച്ചത്. അതിന് ആശ്രയം അവിദ്യാപ്രയുക്തനായിരിക്കുന്ന ജീവനാവത്തില്ല. കാരണം അവിദ്യ സിദ്ധിച്ചാലേ ജീവൻ സിദ്ധിക്കപ്പെടത്തുള്ളൂ. അപ്പൊ അവിദ്യയിൽ നിന്ന് സിദ്ധിക്കപ്പെടുന്ന ജീവൻ എങ്ങനെയാണ് അവിദ്യയുടെ ആശ്രയമാവുന്നത്? അതുകൊണ്ട് അവിദ്യയുടെ ആശ്രയം ശുദ്ധ ചൈതന്യമാണെന്ന് ഒരു മതമുണ്ട്, ഈശ്വരനാണെന്ന് വേറൊരു മതമുണ്ട്. ആശ്രയം ഞാനാണെന്ന് മാനിച്ചാലും ഞാൻ ബ്രഹ്മം ചൈതന്യം തന്നെ ആയതുകൊണ്ട് അപ്പോഴും ആശ്രയവും ബ്രഹ്മചൈതന്യം തന്നെയായിരിക്കും, വിഷയവും ബ്രഹ്മചൈതന്യം തന്നെയായിരിക്കും. ഇനി അയ്യോ ഇല്ലല്ലോ, അത് വാസ്തവം. ഇവിടെ കിടന്നിട്ട് വളരെ ശ്രദ്ധിക്കണം. ഒരു വശം മാത്രം പിടിച്ചു പോയാൽ പരിപാടി പാടും. അവിദ്യ ഉണ്ട് എന്ന് മാനിച്ചും കൊണ്ടാണ് ആശ്രയത ചോദിക്കുന്നത്. അവിദ്യ ഇല്ല എങ്കിൽ പിന്നെ അതിന്റെ ആശ്രയവും വിഷയവും തമ്മിലുള്ള ചർച്ചയെ നടക്കുന്നില്ല. മനസ്സിലായി? ജഗത്ത് ഇങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണമാണ് മായ. ജഗത്ത് കാണുന്നില്ലെങ്കിൽ മായയില്ല. അല്ലാതെ മായ ഒരു വാസ്തവ വസ്തുവാണെന്നും അതിൽ നിന്ന് ജഗത്ത് ഉണ്ടാക്കിയെന്നൊന്നും അഭിപ്രായമില്ല. ജഗത്ത് ഉണ്ടെങ്കിൽ അതിന് കാരണം മായയാണെങ്കിൽ പിന്നെ ജഗത്ത് എന്തായിരിക്കും? മായികമായിരിക്കും. എന്ന് പറയാൻ അവാസ്തവമാണെന്ന് അർത്ഥം. അവാസ്തവമായിരിക്കുന്ന ഒരു ജഗത്തിനെ കണ്ടിട്ട് നമ്മൾ വാസ്തവം എന്ന് ധരിക്കുന്നത് മാത്രം. ഇതെല്ലാം മായയുടെ കാര്യമാണ്. ആ ധാരണയും മായാകാര്യമാണ്. ഈ ധാരണ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അന്നപ്പോഴാണ് നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ മായയില്ല. അവിടെ ഇപ്പോൾ മായയുടെ അധിഷ്ഠാനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ മായയില്ല എന്നല്ലല്ലോ പറയേണ്ടത്. മനസ്സിലായോ? ഇതാണ് ഓരോരോ രീതിയിൽ സംസാരിക്കുന്നവര് അതൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു സൈഡ് മാത്രം പിടിച്ചു പോകരുത്. ഇങ്ങനെ ആകുമ്പോഴാണ് എന്ത് പറ്റുന്നത്? സുഷുപ്തിയിൽ അവിദ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിൽ പലരും ഫെയിൽ ആവാൻ കാരണം ഈ രണ്ട് വശവും ചിന്തിക്കാനുള്ള സാമർഥ്യം ഇല്ലാതെ പോയത് കൊണ്ടാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകാം. മായോപാധേർ, മായ ഉപാധിയായിട്ടിരിക്കുന്ന ചേതനന് ഈശാന കർത്തൃത്വ സംഭവാ ജഗത് നിയന്ത്രണം ഉത്പത്തി സ്ഥിതി, അതായത് ഉത്പത്തി, പരിപാലനം, നാശം. ജഗത്തിന്റെ ഉത്പത്തി ഉണ്ടാവുന്നുണ്ട്, ജഗത്ത് കുറെ കാലം നിലനിൽക്കുന്നുണ്ട്, ജഗത്ത് ഒരിക്കൽ നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ 3 അവസ്ഥകളിലൂടെ പോകുന്നത് കൊണ്ട് ഈ 3 അവസ്ഥയ്ക്കും ഒരു കാരണത്തെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ വാസ്തവത്തിൽ ജഗത്തുണ്ടോ വെച്ചാൽ ഇല്ല. അതുകൊണ്ട് അതിന്റെ കാരണവുമില്ല. ചിലർ പറയും ഈശ്വരൻ ഇല്ല എന്ന്. അത് വേദാന്തിക സമ്മതമാണോ? ഈശ്വരൻ ഇല്ല എന്നുള്ളത് വേദാന്തിക സമ്മതമാണോ? സമ്മതമല്ല. അപ്പൊ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതാണ് വേദാന്തിക സമ്മതം. ഈശ്വരൻ ഉണ്ട് എന്നുള്ളതും വേദാന്തിക്ക് സമ്മതമല്ല. വേദാന്തിക ഒന്നും സമ്മതമല്ല അല്ലെ? എന്ത് വെച്ചാൽ ഇല്ലെന്ന് പറയും. അതാണ് വേദാന്തിക ശൈലി. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല സ്വാമിജി, അനിർവചനീയമാണ്. അതെ, വാസ്തവത്തിൽ ഇല്ല. എന്നാലും ഇതല്ലേ ഞാൻ ഇപ്പോഴും പറഞ്ഞു പോകുന്നത്, പാരമാർത്ഥികമായിട്ടില്ല. അത് വേദാന്തിയുടെ സിദ്ധാന്തമാണ്. എന്നിരുന്നാലും ജഗത്ത് ഇങ്ങനെ കാണപ്പെടുന്നത് കൊണ്ട് അതിന്റെ കാരണമായിട്ട് അവിദ്യയെ മാനിക്കുന്നത് മാത്രം. ഈ മായോപാധേർ ഈശാന കർത്തൃത്വം സംഭവിക്കുമെന്നുള്ളതിനാൽ കിബന്ധ ശബ്ദവാച്യത ന വിരുദ്ധത. കിബ് അന്തം, ഏതിലാ കിബന്ധം ഉള്ളത്? ഏത് പദാ കിബന്ധം? എവിടെയാ കിബ് അന്തമായിട്ട് മാറിയത്? ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ, നമ്മുടെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചതാണ്, അവിടെ എന്താണ് മായാപ്രസംഗമാണ്. മായ എവിടെയാ? മായ ഇവിടെ ഇല്ല.
മായ ഇവിടെ ഇല്ല. നിങ്ങളുടെ മുഖ്യ സിദ്ധാന്തമാണ് മായ ചേതനയിൽ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് സംക്ഷേപ ശാരീരികം എന്നൊക്കെ പറഞ്ഞാലേ 10-15 വർഷം കഴിഞ്ഞാൽ മാത്രം പഠിക്കുന്ന പുസ്തകം. അവിടുത്തെ പ്രസംഗമാണ് നമ്മൾ നേരിട്ട് ഇവിടെ തുടക്കത്തിലുള്ള പുസ്തകത്തിൽ അന്വയിച്ച് പിടിച്ചു തന്നത്. അതുപോലും കേട്ട ഭാവമില്ല. എന്തിനാ? കിബന്ധ ശബ്ദം ഈശ എന്നുള്ളത് സ്വാമി. ഈട്ട് എന്നുള്ള പ്രഥമായില്ലേ, ടേക്ക് അവിടെയാണ് കിബന്ധ ശബ്ദവാച്യത വന്നത്. എന്നാ വിരുദ്ധത, ഒരു വിരോധമില്ല. കാരണം കർത്തൃത്വം വരും ആർക്ക്? ഈട്ടിന്. ഈട്ടെന്ന് പറഞ്ഞാൽ ആരാ? ഈശ. 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 ഈട്ട് എന്ന് പറഞ്ഞ ഈശ ആണോ? ഈസ്റ്റ് എന്ന് പറഞ്ഞാല് ഋതം. ഈ ഒറ്റ പദം അടുത്ത പര്യായ പദം പറഞ്ഞാൽ മതി. ഈട്ടാരാ? അരേ, ഈസ്റ്റേ ഇത് ഇട്ട്. ഈട്ടിന്റെ പര്യായ പദം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും വിളിച്ചു പറയും. ഇതാണ് ഇട്ട് ഈശോ ഈശഹ. മതി. അങ്ങനെ. പരമാത്മാവാണോ? ഈട്ട് ഈശ്വരഃ. ഈശിതൃ ഈശിത്രീ ഈശിതവ്യ ഭാവേന. ഈശിത ഒരാള്, രണ്ടാമത്തെ ഈശിതവ്യം. അതായത് നിയാമകനായിരിക്കുന്ന ഈശ്വരനും നിയമ്യനായിരിക്കുന്ന ജീവനും നിലനിൽക്കൂലേ. അതായത് എന്താണ്? പരമാത്മാവാണ് ഈശ്വരൻ, അവനാണ് മായോപാധികൻ. അങ്ങനെയാണെങ്കിൽ ഈശിതവ്യ ഭാവേന തർഹി ഭേദ പ്രാപ്ത. ഒരാള് ഈശ്വരനും ഒരാള് ജീവനുമായിട്ടിരിക്കുമ്പോൾ ഭേദം നിലനിൽക്കുമല്ലോ. ഇതെന്തിനാണ് ഈ ആപത്തി പറയുന്നത് ഭേദം നിലനിൽക്കുമല്ലോ എന്ന്? ഭേദ പ്രാപ്ത. ഭേദം പറയാനല്ല, ഭേദം പറയാന്ന് പറ. അതെന്തിനാ പറഞ്ഞെന്ന് പറ. ഈശിതവ്യ ഭാവേന ഭേദ പ്രാപ്ത. വാന്ന് പറഞ്ഞാൽ പോരെ. ഞങ്ങൾക്ക് ഈശിത്ര വിഭാഗത്തിൽ ഭേദം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ തകരാറ്? ഭേദമില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഭേദം ഉണ്ടെന്ന് പറയും. ഭേദം ഉണ്ട് എന്നുള്ള ആപത്തി അവര് പറഞ്ഞു. അപ്പൊ നിങ്ങളിത് അംഗീകരിക്കുകയോ ഇല്ലയോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഭേദം ഇല്ലാത്തത്. ആഹാ, ഭേദം ഉണ്ടല്ലോ. ഇല്ല. അവിദ്യ ഇരിക്കുമ്പോ മാത്രം ഭേദമുള്ളതുപോലെ തോന്നുന്നു. ഇരിക്കുന്നേരം ഭേദം, അവര് കിടക്കുന്നേരം ഭേദം ഉണ്ടല്ലോ. ഉപാധി സംഹിതമായിട്ട് ഭേദമുണ്ട്. ഇവിടെ പറഞ്ഞ് ഭേദ പ്രാപ്ത എന്നാ. ഭേദം പ്രാപ്തമായി നാം. ഭേദം പ്രാപ്തമായെങ്കിൽ എന്താ പ്രശ്നം? ഭേദ പ്രാപ്ത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിദ്ധാന്തത്തിലെ ഏകനായിരിക്കുന്ന ആത്മാവ് സിദ്ധിക്കപ്പെടത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കിട്ടിയോ? ഈശിതവ്യ ഭാവേന തർഹി ഭേദ പ്രാപ്ത. ഒരാൾ ഈശിതാവും നിയന്താവും ഒരാൾ നിയമ്യനുമായി കഴിഞ്ഞാൽ ഭേദം പ്രാപിക്കുമല്ലോ. ടിപ്പണി 7 നോക്ക്. ഭേദപ്രാപ്ത ഇതി തഥാച ഗതം ഐകാത്മ്യപരത്വം മന്ത്രസ്യേതി ഭാവഃ. ഗതം ഗയ എന്ന് പറയത്തില്ല, അതാണ് ഗതം. ഐകാത്മ്യപരത്വം മന്ത്രസ്യ ഗതം. നിങ്ങൾ പറയുന്നത് ഏകനായിരിക്കുന്ന ആത്മാവിനെ പറയുന്നത്. പക്ഷെ ഇവിടെ ഭേദം നിലനിന്നു. അങ്ങനെയാണെങ്കിൽ ഐക്യം നഷ്ടപ്പെടും. ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പം വേദാന്തത്തിൽ ഒരു പങ്ക്തി കിട്ടിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് അവർ അങ്ങനെ സംസാരിക്കുന്നു എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ പങ്ക്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നർത്ഥം. ഇവരുദ്ദേശിക്കുന്ന ഒരു തലമുണ്ട്, ആ തലത്തിൽ നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പങ്ക്തി കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തുദ്ദേശിച്ചിട്ടാ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതല്ലാതെ അവിടെ എഴുതി പിടിപ്പിച്ച സാധനം പറഞ്ഞു കൊടുക്കലല്ല കാര്യം. ഭേദപ്രാപ്ത. അങ്ങനെയാണെങ്കിൽ ഐക്യം നഷ്ടപ്പെട്ടു പോകുന്ന അർത്ഥം. ആശങ്ക എന്ന ആശങ്ക നടത്തേ. ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഉത്തരം കൊടുക്കുകയാണ് ഭാഷ്യകാരൻ. 6-ാം പേജിൽ അവസാനം മുതൽക്ക് നോക്കൂ. സ ഹി 7-ാം പേജിലേക്ക് കയറി. സ ഹി സർവം ഈഷ്ഠേ. സഹ കഹ പരമാത്മാ. ആ പരമാത്മാവായിരിക്കുന്ന ഈശ്വരനാണ് സകലത്തെയും ഈഷ്ഠേ എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുന്നത്. ഈശാനത്തിന്റെ കർത്ത അവനാണ്. അതെങ്ങനെയാണ്? സർവജന്തൂനാം ആത്മാസ്ഥൻ. സകല ജന്തുക്കളുടെയും ആത്മാവായിക്കൊണ്ട് എന്ന് പറ. സകല ജന്തുക്കളുടെയും സ്വരൂപമായിക്കൊണ്ട്. സകല ജന്തുക്കൾ എന്ന് ഉദ്ദേശിച്ചത് ജീവന്മാര്. ജീവന്മാരുടെ വാസ്തവ സ്വരൂപം ആരാ? ഈശ്വരനാണ്. കാരണം ഇവിടെ ജീവൻ പ്രതിബിംബ രൂപത്തിൽ എന്ന് മാനിച്ചാല് പ്രതിബിംബങ്ങളുടെ വാസ്തവ സ്വരൂപം എന്നുള്ളത് ബിംബമായി. സകല ജീവന്മാരുടെയും വാസ്തവ സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സകലത്തിനെയും നിയമനം നടത്തുന്നത് അവനാണ്. ഇവിടെ ഇനിയും കുറെ ഡീറ്റെയിൽ പറയണം. കാരണം സർവം എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്തുണ്ട്, ജഡമുണ്ട്, ഇല്ലേ? ജഡവസ്തുക്കളെയും നിയന്ത്രിക്കുന്നുണ്ട്,
ചേതനന്മാരായിരിക്കുന്ന ജീവന്മാരെയും നിയന്ത്രിക്കുന്നുണ്ട്. അന്നപ്പോൾ ആ ജഡങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതിനാ? ജീവന്മാരുടെ പ്രാരബ്ധാനുസാരം അവരുടെ ഭോഗം നടക്കണം, അവരുടെ കർമ്മം നടക്കണം. ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ജഡവസ്തുവിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അന്നപ്പോൾ ജീവന്മാരുടെ പ്രാരബ്ധാനുസാരമുള്ള കർമ്മവും ഫലവും പ്രാരബ്ധാനുസാരമുള്ള ഫലവും അടുത്ത കർമ്മവും നിയമനം ചെയ്താരാ? പരമാത്മാവാണ്. ആ അപ്രകാരമുള്ള ഒരു നിയമനത്തിലൂടെ തത്സംബന്ധിയായിരിക്കുന്ന ജഡവസ്തുക്കളും നിയമനം ചെയ്യപ്പെടുന്നുണ്ട്. ആ രീതിയിൽ സകല വസ്തുക്കളുടെ നിയാമകനായിട്ട് ആരിരിക്കും? ബിംബഭാവത്തിലുള്ള ഈശ്വരനിരിക്കും. ദൃഷ്ടാന്തം നമ്മൾക്ക് ടീക്കയിൽ ഇനി കാണാം. എപ്രകാരം നമ്മളൊരു മിററിൽ, കണ്ണാടിയിൽ നമ്മളുടെ മുഖം നോക്കിയാൽ നമ്മൾ എങ്ങനെയാണോ മുഖത്തെ ചലിപ്പിക്കുന്നത് അതിനനുസരിച്ച് കണ്ണാടിയിലെ പ്രതിമുഖവും ചലിക്കും, അല്ലേ? ഇതേപോലെ നിയാമകനായിട്ടാണ് ആരിരിക്കുന്നത്? ഈശ്വരൻ ഇരിക്കുന്നത്. ആരുടെ നിയാമകൻ? അവന്റെ തന്നെ നിയാമകൻ. ഇതെന്താ ഉദ്ദേശിച്ചത്? അവന്റെ തന്നെ നിയാമകനാണ് അവൻ എന്ന് പറയാൻ കാരണം എന്താ? അവന്റെ തന്നെ നിയാമകനാണ് അവൻ. പ്രതിബിംബങ്ങൾക്ക് ബിംബത്തിൽ നിന്ന് ഭിന്ന അസ്തിത്വമില്ല. ജീവൻ തന്നെയാണ് പരമാത്മാ. പക്ഷെ പ്രതിബിംബഭാവത്തിൽ അവൻ ജീവനും ബിംബഭാവത്തിൽ അവൻ ഈശ്വരനും. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവയ്ക്ക് രണ്ട് അസ്തിത്വം ഉണ്ടോ? അപ്പോഴും ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യ സിദ്ധാന്തത്തിൽ രണ്ട് അസ്തിത്വം ഇല്ല. അപ്പൊ ജീവൻ തന്നെയാണ് പരമാത്മാ. അപ്പം വാസ്തവത്തിൽ അവന്റെ തന്നെ നിയാമകനായിട്ടല്ല അവൻ മാറുന്നേ. അല്ലാതെ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ ജീവൻ വേറെയും പരമാത്മ വേറെയാണോ നിയാമകൻ? അല്ല. പ്രതിബിംബ ഭാവത്തിലുള്ള നിങ്ങളുടെ പ്രതിമുഖം കണ്ണാടിയിൽ കാണുന്ന നേരം ആ പ്രതിമുഖം വേറെ ആരുടെയെങ്കിലാണോ? അല്ലല്ലോ, നിങ്ങളുടെ മുഖത്തിന്റെ തന്നെയല്ലേ. അപ്പൊ അവിടെ മുഖവും പ്രതിമുഖവുമായിട്ട് രണ്ട് വസ്തുക്കളുണ്ടോ? വസ്തു ഒന്നേ ഉള്ളൂ. നിങ്ങൾ കാണുന്ന ഏതിനെയാണ്? മുഖത്തെയാണോ പ്രതിമുഖത്തെയാണോ കാണുന്നേ? പ്രതിമുഖം. നമ്മൾ വിചാരിക്കും പ്രതിമുഖമാണ്. സിദ്ധാന്തത്തിൽ മുഖമാണ് കാണുക. ബിംബ പ്രതിബിംബ വാദാനുസാരം പ്രതിബിംബത്തിന് ബിംബത്തിൽ നിന്ന് ഭിന്ന അസ്തിത്വമില്ല. ഇതിന് ഉദാഹരണം ഇതിന് മുന്നേയും പറഞ്ഞതാണ്. നിങ്ങളൊരു തന്റെ മുഖത്തെ കണ്ണാടിയിൽ കാണുന്ന സമയത്ത് നിങ്ങളുടെ തലയിലുള്ള മുടി ചീകുന്ന നേരം സ്വന്തം തലയിലെ മുടിയാണ് ചെയ്യുന്നത്, അല്ല കണ്ണാടിയിലുള്ള പ്രതിമുഖത്തിൻ്റെതാണോ? പ്രതിമുഖം കണ്ടിട്ട് ആ പ്രതിമുഖത്തിലല്ല നിങ്ങൾ വ്യവഹരിച്ചത്, സ്വന്തം തലയിലാണ് മുടി ചീകിയത്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആരെയാ കണ്ടത്? സ്വന്തം തലയെയും മുഖത്തെയും അവിടെ കണ്ടത്. ഇതേപോലെ ജീവനായിരിക്കുന്ന ഈ പ്രതിബിംബത്തിന് ബിംബചൈതന്യമായിട്ട് ഒരു ഭേദവുമില്ല. ഒരു സൂര്യൻ ജലത്തിൽ പ്രതിബിംബിക്കുന്ന സമയത്ത് പ്രതിബിംബിതനായിരിക്കുന്ന സൂര്യൻ ബിംബസൂര്യനിൽ നിന്ന് ഭിന്നമായിട്ടിരിക്കുമോ? ഇല്ല. ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണാമെങ്കിലും നമ്മൾ അപ്പോഴും കാണുന്നത് ബിംബനെ മാത്രമാണ്. അപ്പോൾ ചന്ദ്രന്റെ നിഴലടിച്ചു. അപ്പൊ നിങ്ങൾക്കറിയോ ചന്ദ്രൻ പൊക്കത്തുണ്ടെന്ന്? അറിയത്തില്ല അല്ലേ? വെള്ളത്തിൽ കിടന്ന ചന്ദ്രൻ അറിയും. ചന്ദ്രനെ വെള്ളത്തിൽ കിടന്ന് വെള്ളത്തിലാരും കുടിച്ചു നോക്കുന്നില്ല വെള്ളത്തിൽ ചന്ദ്രൻ പിടിക്കാനായിട്ട്. ആ ചന്ദ്രൻ പൊക്കത്തുള്ള ചന്ദ്രനാണെന്നുള്ള തിരിച്ചറിവുണ്ട്. അപ്പൊ നമ്മൾ കണ്ടത് ഏതിനെയാ? ആകാശത്തിരിക്കുന്ന ചന്ദ്രനെ. അങ്ങനെയാണെങ്കിൽ അന്ധകരണത്തിൽ പ്രതിബിംബിച്ചത് ആരാ? ഒരേ ഒരു ചേതന. അതുകൊണ്ടാ പറഞ്ഞത് അവനെ തന്നെയാണ് അവൻ നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ടായി ഗതികേട് വന്നത്? അവന്റെ കർമ്മം. അവന് കർമ്മം എവിടുന്ന് വന്നു? ജന്മം കൊണ്ട്. ജന്മം എവിടുന്ന് വന്നു? പൂർവ്വകർമ്മം കൊണ്ട്. നിർത്തുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറ. ഓ, ഇതൊന്നും ഇല്ലപ്പാ, ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇത് എവിടെയും കൊണ്ട് ചെത്തിക്കാൻ പറ്റുമൊന്നുമില്ല. കർമ്മം, ജന്മം, ജന്മം, കർമ്മം എന്നുള്ളതൊന്നും എവിടെയും കൊണ്ട് ചെത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മുഖ്യ സിദ്ധാന്തത്തിൽ പറയുന്നത് അത് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സഹി സർവം ഈട്ടേ സർവജന്തുനാം ആത്മാസൻ. ആ പരമാത്മാ സകലത്തെയും നിയന്ത്രിക്കുകയാണ് സകല ജന്തുക്കളുടെയും സ്വരൂപമായിക്കൊണ്ട്. അതായത് ബിംബങ്ങളുടെ സ്വരൂപം പ്രതിബിംബങ്ങളുടെ സ്വരൂപം ബിംബമായതിനാൽ ആ ബിംബഭാവത്തിൽ ഇരുന്നിട്ട് പ്രതിബിംബങ്ങളെ എല്ലാം അവൻ നിയന്ത്രിക്കുന്നതാണ്. എങ്ങനെ? പ്രത്യേകാത്മതയാ. ഇതെന്താണ് ഈ പ്രത്യേകാത്മതയ എന്ന് പറഞ്ഞത്? ടിപ്പണി ഒന്ന് നോക്ക്. പ്രത്യക് രൂപത്വാദിത്യർത്ഥ പ്രത്യക്തം ആന്തരത്വം. ഇതൊക്കെ പോട്ട്. അത് പ്രത്യക് എന്നുള്ളതിനെ പ്രതീപം അഞ്ചതീതി പ്രത്യക് എന്ന് പറയും.
പ്രദീപം എന്നുള്ളതിന് വിപരീതം എന്നർത്ഥമുണ്ട്. അഞ്ജതി പ്രകാശത്തെ എന്നർത്ഥം. വിപരീതമായിട്ട് പ്രകാശിക്കുക എന്നുള്ളതിനും രണ്ടർത്ഥം ചെയ്യാൻ പറ്റും. അതായത് നമ്മളിവിടെ ഇപ്പോൾ ഞാൻ ജീവൻ എന്നാണ് അഭിമാനിക്കുന്നത്. വാസ്തവത്തിൽ അതിന്റെ നേർ വിപരീതമാണ് അവന്റെ സ്വഭാവം. ജീവന്റെ വാസ്തവ സ്വഭാവം എന്താ? പരമാത്മ സ്വഭാവമാണ്. അതാണ് അവന്റെ ആ ജീവന്റെ വിപരീത രൂപത്തിലുള്ള പ്രകാശം. അതുകൊണ്ടാണ് അവൻ എന്ത് പറയുന്നത്? പ്രത്യക് എന്ന് പറയുന്നത്. ഇനി വേറെ രീതിയിൽ പറയാം, വാസ്തവത്തിൽ അവൻ ആരാ? കേവല ചൈതന്യമാണ്. അതിന്റെ വിപരീതം എന്താ? അന്ധകരണത്തിൽ പ്രതിബിംബിച്ചും കൊണ്ട് ഞാൻ എന്നുള്ള അഭിമാനം. ഈ രീതിയിൽ പ്രകാശിക്കുന്നത് കൊണ്ട് അവൻ എന്ത് പറയാം? വിപരീതം അഞ്ജതേ ഇതി പ്രത്യക് എന്നും പറയാം. രണ്ട് രീതിയിലും പറയാം. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു വസ്തുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം മാത്രമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ അർത്ഥം എടുക്കുക. അതായത് ഞാൻ ജീവൻ എന്നാണ് നമ്മൾക്ക് അഭിമാനമുള്ളതെങ്കിലും വാസ്തവത്തിൽ ഇവൻ കേവല പരമാത്മാവാണ്. അതുകൊണ്ടാണ് അവൻ പ്രത്യകായത്. പ്രത്യക്ഷ അസോ ആത്മാചേരി പ്രത്യേകാത്മാ. അതായത് ജീവന്റെ വാസ്തവ ശുദ്ധസ്വരൂപം. ആ ശുദ്ധസ്വരൂപത്തിൽ ഇരുന്നു കൊണ്ടാണ്, ശുദ്ധസ്വരൂപം എന്ന് പറയുന്നത് ഈശ്വര സ്വരൂപം എന്ന് കണക്കാക്കിയാൽ മതി കേട്ടോ. ഇനി വിവർത്തവാദ അധിഷ്ഠാന രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ ശുദ്ധൻ എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. അവിടെ സഹകാരി കാരണഭാവത്തിൽ മായയിരിക്കും. ഇങ്ങനിരിക്കുന്ന പ്രത്യേകാത്മതയാ, ഈ പ്രത്യേകാത്മ സ്വരൂപത്തിൽ അവൻ സകലത്തിനെ നിയന്ത്രിക്കുന്നവനാകുന്നു. അതായത് ഇവിടെയുള്ള നിയമനം ആരെയാ ചെയ്യേണ്ടത്? ജീവന്റെ പ്രാരബ്ധത്തെ നിയന്ത്രിക്കണം, അവന്റെ കർമ്മത്തെ നിയന്ത്രിക്കണം. ഇവന്റെ പ്രാരബ്ധാനുസാരമുള്ള ഭോഗവും കർമ്മവും ഏതെങ്കിലുമൊക്കെ ജഡവസ്തുവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അന്നപ്പോൾ ആ ജഡവസ്തുവിനെ നിയന്ത്രിക്കണം. ജഡവും ചേതനെ ഒഴിവാക്കിയിട്ട് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. എങ്ങനെയുള്ള ജഡം? ഈ കാണുന്ന സാമാന്യ ജഡം. എങ്ങനെയുള്ള ചേതനൻ? ജീവനായിരിക്കുന്ന ചേതനൻ, അല്ലാതെ പരമാത്മ ചേതനയല്ല. ഇവയാണ് നിയമങ്ങളാവുന്നത്. ആരായിരിക്കും നിയാമകനായിട്ടിരിക്കുക? ഈശ്വരൻ നിയാമകനായിട്ടിരിക്കും. ഇത്രയും കാര്യങ്ങൾ വേണം ഇവിടെ ഇപ്പോൾ സകല ജന്തുവിനാം ആത്മാസൻ എന്നുള്ളത് കൊണ്ട് അന്വയിക്കേണ്ടത്. സകല കാര്യങ്ങളായിരിക്കുന്ന ചേതനന്മാരായിരിക്കുന്ന ജീവന്മാരെയും ജഡങ്ങളായിരിക്കുന്ന ഈ ലോക വസ്തുക്കളെയും പ്രത്യേകാത്മരൂപത്തിൽ അവൻ നിയമനം ചെയ്യുന്നുണ്ട്. തേന സ്വേന രൂപേണ ആത്മന ഈശാവാസ്യം ആച്ഛാദനീയം. ഇതിന്റെ ഇത്രയും ഭാഗം അത് തേന എന്നുള്ളത് പിന്നെ എടുക്കാം. അതിന് മുന്നേ ടീക നോക്കിയോ. ദൃഷ്ടാന്തം പറയാം. യഥാ ആദർശാദിഷു പ്രതിബിംബാനാം ആത്മാസൻ ബിംബബുധു ദേവദത്ത ഈശിതാ ഭവതി തഥാ കൽപ്പിത ഭേദേന ഈശിതൃ ഈശിതവ്യ ഭാവ സംഭവാത് ന വാസ്തവ ഭേദാനുമാനം സംഭവതി ഇത്യർത്ഥഃ. യഥാ എപ്രകാരം ആദർശം, ആദർശം എന്ന് പറഞ്ഞ അർത്ഥം കണ്ണാടി. ആദർശാദികൾ എന്നാണ്. ആദർശാദിഷു, ആദർശാദികളിൽ. അത് കണ്ണാടി ആവാം, ജലമാവാം, പ്രതിബിംബത്തിന് യോഗ്യമായിരിക്കുന്ന ഏത് അധികരണവും ആവാം. ഇവിടെ പ്രതിബിംബങ്ങൾ വരാറുണ്ട്. നമ്മുടെ മുഖത്തിന്റെ പ്രതിബിംബമാവാം, സൂര്യന്റെ പ്രതിബിംബമാവാം, ചന്ദ്രന്റെ പ്രതിബിംബമാവാം. ഈ പ്രതിബിംബങ്ങളുടെ എല്ലാം ആത്മാസൻ, ആത്മാസൻ ഇതിന്റെ അർത്ഥം എന്താ? പ്രതിബിംബങ്ങളുടെ ആത്മാസൻ, പ്രതിബിംബങ്ങളുടെ ആത്മാവായിക്കൊണ്ട്. ഇതിന്റെ അർത്ഥം എന്താ? ബിംബസ്വരൂപനായിക്കൊണ്ട്. അതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ വേറൊരു അർത്ഥം കൊടുക്കേണ്ടിയിരുന്നു. പ്രതിബിംബങ്ങളുടെ ആത്മാവായിക്കൊണ്ട്. ആത്മാ എന്നുള്ളതിന്റെ സാമാന്യ അർത്ഥം ചോദിച്ചിട്ടുള്ളൂ. സ്വരൂപം. സ്വരൂപം ഇതന്നെയല്ലേ ഇവിടെ അന്വയിക്കേണ്ട ആവശ്യമുള്ളൂ. പ്രതിബിംബാനാം ആത്മാസൻ, പ്രതിബിംബങ്ങളുടെ എല്ലാം സ്വരൂപമായിക്കൊണ്ട്. അടുത്ത ലെവലിലാണ് ആ പ്രതിബിംബങ്ങളുടെ സ്വരൂപം ആരായിരിക്കും? ബിംബമായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ലെവലിൽ കൊടുക്കേണ്ട ഉത്തരം അതിന് മുന്നേ കൊടുത്തിട്ട് കാര്യമില്ല. പ്രതിബിംബങ്ങളുടെ ആത്മാ എന്ന് പറഞ്ഞ പ്രതിബിംബങ്ങളുടെ സ്വരൂപം. ആ പ്രതിബിംബങ്ങളുടെ സ്വരൂപമാണ് ആത്മാ. കാരണം ബിംബങ്ങളും, ഈ ബിംബമാണോ ആത്മാ, പ്രതിബിംബമാണോ ആത്മാ? ബിംബമാണ് ആത്മാ. ബിംബം. കൽപ്പിതമായിട്ട് ഭേദം മാനിച്ചും കൊണ്ട് സംസാരിക്കുകയാണിത്. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ കൽപ്പിത ഭേദ വിശിഷ്ട പ്രതിബിംബങ്ങളുടെ സ്വരൂപം എന്നുള്ളത് അതിന്റെ ബിംബസ്വരൂപമായിരിക്കും. ഇങ്ങനെ പ്രതിബിംബങ്ങളുടെ ആത്മാവായി ഇരുന്നു കൊണ്ട്, ആത്മാസൻ ഇരുന്നു കൊണ്ട്, ആത്മസ്വരൂപമായിക്കൊണ്ട് ബിംബഭൂതോ ദേവദത്ത, അതായത് ദേവദത്തിന്റെ പ്രതിബിംബമാണ് കാണുന്നത്.
പക്ഷെ എത്രയായി? പ്രതിബിംബാനാം എന്നുള്ളത് കൊണ്ട് ബഹുവചനം വന്നിട്ടുണ്ട്. അപ്പോൾ അനവധി ഉപാധിയില്, അനവധി ജലത്തിലോ അഥവാ അനവധി കണ്ണാടിയിലോ ഒരു ദേവതത്തിന് അനേക മുഖങ്ങളെ കാണാൻ പറ്റുമോ? ഒരു ദേവതത്തിന് അവന് അനേക മുഖങ്ങളെ കാണാൻ പറ്റുമോ? സ്വന്തം മുഖത്തെ അനേകമായിട്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. കാണാൻ പറ്റും. എന്തുകൊണ്ടാ? അത്രയും ഉപാധികളുള്ളതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഉപാധി അനേകമായതുകൊണ്ട് ബിംബം ഏകമാണെങ്കിലും ഉപാധിയിലൂടെ പ്രതിബിംബിച്ചവൻ അനേകമായിട്ടിരിക്കും. ആണല്ലോ. ഈ അനേകമായിരിക്കുന്ന പ്രതിബിംബങ്ങളുടെ വാസ്തവ സ്വരൂപം ആരാ? ബിംബസ്വരൂപമായിരിക്കും. ബിംബമാണ്. അതിവിടെ ഏതാണ് ബിംബം? ദേവദത്തൻ. ബിംബഭൂതോ ദേവദത്ത ഈശിതാ ഭവതി. അവൻ ഇവിടെ നിയാമകനാകുന്നുണ്ട്. അതെങ്ങനെയാ? ടിപ്പണി 10 നോക്ക്. ഈശിതേതി പ്രതിബിംബാനാം ബിംബചേഷ്ടാധീന ചേഷ്ടാകത്വാദിതി ഭാവഃ. പ്രതിബിംബങ്ങളുടെ എല്ലാം ചേഷ്ട ബിംബചേഷ്ടയ്ക്ക് അനുസരിച്ച വരിക. ബിംബം എങ്ങനെയാണോ കറങ്ങുന്നത്, അതായത് മുഖം ഇടത്തോട്ട് വെട്ടിക്കുക വലത്തോട്ട് വെട്ടിക്കുക, ഇതിനനുസരിച്ച് പ്രതിബിംബത്തിലും ക്രിയ സംഭവിക്കും അല്ലേ? അപ്പൊ പ്രതിബിംബത്തിലുള്ള എല്ലാ ക്രിയകളുടെയും ഈശിതാവായിട്ട് ആയിരിക്കും? ബിംബരൂപനായിരിക്കുന്ന ദേവതത്തിനായിരിക്കും. ഇത് ദൃഷ്ടാന്തം. ഇനി ദാഷ്ടാന്തികം നോക്കാം. ദൃഷ്ടാന്തം ദാഷ്ടാന്തികം എന്നാണ്. തഥാ കൽപ്പിത ഭേദേന ഈശിതൃ ഈശിതവ്യ ഭാവ സംഭവാത്. കൽപ്പിത ഭേദത്തിനനുസരിച്ച് ആരുടെ? ജീവേശ്വരന്മാർ തമ്മിലുള്ള കൽപ്പിത ഭേദങ്ങളെ ഉൾക്കൊണ്ടും കൊണ്ട്. കൽപ്പിത ഭേദത്തിന് കാരണം എന്താ? കൽപ്പിത ഉപാധി. ठीक है. ഒരു മായ എന്നുള്ള ഉപാധിയിൽ പ്രതിബിംബിച്ചുകൊണ്ട് ഈശ്വരനായി പല രീതിയിൽ സംസാരിക്കും കേട്ടോ. അങ്ങനെ പഠിച്ചോ. അല്ലെങ്കിൽ ഒരു ചൈതന്യം ബിംബരൂപത്തില് അനവധി ഉപാധിയാകളായിരിക്കുന്ന അന്ധകരണം ഉള്ളത് കൊണ്ട് അവിടെ ഈശ്വരാത്മാവിന്റെ പ്രതിബിംബം ജീവരൂപത്തിൽ അനേകമായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കെ ഈ അനേക ജീവന്മാരുടെയും സ്വരൂപം എന്തായിരിക്കും? പ്രതിബിംബങ്ങളുടെ സ്വരൂപം ഏതാണോ അതായിരിക്കും പ്രതിബിംബങ്ങളുടെ സ്വരൂപം. അപ്പൊ മുഖമാണ് ബിംബമെങ്കിൽ അതിന്റെ പ്രതിബിംബവും എന്തായിരിക്കും? മുഖം തന്നെയായിരിക്കും അല്ലെ? അപ്പം പ്രതിബിംബങ്ങളായിരിക്കുന്ന മുഖങ്ങളുടെ വാസ്തവ സ്വരൂപം എന്നുള്ളത് ബിംബമായിരിക്കുന്ന മുഖമാണ്. അവിടെ ഉപാധി ആയിരിക്കുന്ന കണ്ണാടി വരുമ്പോൾ നമ്മൾ എന്ത് വ്യവഹാരം നടത്തും? ഒന്ന് ബിംബമെന്നും മറ്റൊന്ന് പ്രതിബിംബമെന്നും. ഉപാധിയായിരിക്കുന്ന കണ്ണാടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രതിബിംബം എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകത്തില്ല. കാരണം അവൻ ബിംബം തന്നെയായിരുന്നു, പ്രതിബിംബമല്ലായിരുന്നു. അപ്പോൾ പ്രതിബിംബം എപ്പം വന്ന് കയറിയതാ? ഉപാധി. അന്ധക്കരണം എന്നുള്ള ഉപാധി ഇരിക്കുമ്പോൾ ജീവൻ എന്നുള്ള ഒരു പ്രതിബിംബൻ സിദ്ധിക്കപ്പെടുകയാണ്. ഏതുപോലെ? കണ്ണാടി ആയിരിക്കുന്ന ഉപാധി ഇരിക്കുമ്പോൾ ദേവതത്തിന്റെ പ്രതിമുഖം സിദ്ധിക്കപ്പെടുന്നത് പോലെ. പ്രതിമുഖം എന്നുള്ളത് പ്രതിബിംബം എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. ഒന്ന് മുഖം, രണ്ടാമത്തെ പ്രതിമുഖം. എല്ലാ പ്രതിമുഖങ്ങളുടെയും സ്വരൂപം മുഖമായിരിക്കും. ഇവിടെ ഉപാധി ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ബിംബമെന്നും പ്രതിബിംബമെന്നും വ്യവഹരിക്കുന്നത്. കണ്ണാടി ഇരിക്കുമ്പോൾ കണ്ണാടിയിൽ ഒരു പ്രതിബിംബം, അതിന് കാരണമായിരിക്കുന്ന മുഖം ബിംബമുഖം. കണ്ണാടിയെ എടുത്തു കളഞ്ഞാൽ അവിടെ പ്രതിബിംബം ഉണ്ടോ? ഇല്ല. ബിംബം ഉണ്ടോ? ബിംബമില്ല, പ്രതിബിംബമില്ല. കാരണം പ്രതിബിംബം നേരിടുമ്പോൾ മാത്രമേ ബിംബത്തെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഇവൻ ശുദ്ധമുഖം മാത്രമായിട്ട് മാറും. ഇവിടെ ഇല്ല. ഇനി മറ്റ് എവിടെയെങ്കിലൊക്കെ ഇനി കേട്ട് പഠിക്കേണ്ടതാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. കൽപ്പിത ഭേദേന ഈശിത വിഭാവാത്. ഇപ്രകാരം ദൃഷ്ടാന്തം കാണിച്ചതുപോലെ കൽപ്പിത ഭേദം കൊണ്ട് ജീവേശ്വരന്മാരുടെ കൽപ്പിത ഭേദം കൊണ്ട് ഒരാള് ഈശ്വരനും മറ്റൊരാള് ഈശിതവ്യം. ഈശിതവ്യം എന്ന് പറയുന്ന അർത്ഥം നിയമം, നിയമനം ചെയ്യപ്പെടുന്നവൻ. ഒന്ന് നിയാമകൻ, അവനാണ് രാജ. മറ്റുള്ളവൻ പ്രജ, നിയമനാണ്. പ്രാരബ്ധാനുസാരം ജീവിക്കുക എന്നല്ലാതെ ജീവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ വിധാനം നടത്തുന്ന ഈശ്വരൻ പ്രാരബ്ധാന്തർഗതനായിട്ട് ഭവിക്കത്തില്ല. അവനെതിനെ എല്ലാറ്റിനും നിയന്ത്രണം ചെയ്യത്തുള്ളൂ. ഇപ്രകാരം ഉപാധി വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈശിതാവും ഒരു ഈശിതവ്യവും സംഭവിക്കാമെന്നിരിക്കെ വാസ്തവ ഭേദാനുമാനം സംഭവതി. ജീവേശ്വരന്മാർ തമ്മിലുള്ള വാസ്തവ ഭേദത്തെ അനുമാനം ചെയ്യാൻ പറ്റത്തില്ല. ജീവേശ്വരവും വാസ്തവ ഭിന്നവും
ജീവേശ്വരന്മാർ വാസ്തവത്തിൽ ഭിന്നമാണ്. ഭിന്ന സ്വഭാവത്വാത് ജീവൻ നിയമ്യവും ഈശ്വരൻ നിയാമകനുമായതിനാൽ ഭിന്ന ഭിന്ന സ്വഭാവമുണ്ട്. ഘടപടവത് അഥവാ ദഹന തുഹിനവത്. ദഹനം എന്ന് പറഞ്ഞാൽ അഗ്നി, തുഹിനം എന്ന് പറഞ്ഞാൽ മഞ്ഞ്. ഇവയ്ക്ക് ഭിന്ന സ്വഭാവമാണ്. ഇതേപോലെ ഭിന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് ജീവേശ്വരന്മാർ ഭിന്നമാണെന്ന് നിങ്ങൾ അനുമാനം ചെയ്യണ്ട. എന്തുകൊണ്ടാ? വാസ്തവ ഭേദം സിദ്ധിക്കാൻ പറ്റത്തില്ല. ഔപാധികമായിരിക്കുന്ന ഒരു ഭേദത്തെ സിദ്ധിക്കാൻ പറ്റത്തുള്ളൂ. എവിടെയാണോ ഔപാധിക ഭേദം ഉള്ളത് അവിടെ ഉപാധിയെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഭേദം സിദ്ധിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ ഭേദത്തിന്റെ മുഖ്യ കാരണം ആരാ? ഉപാധി. ഉപാധി. അപ്പൊ ജീവേശ്വരന്മാർ തമ്മിലുള്ള ഭേദത്തെ സിദ്ധിക്കാൻ ഉപാധി ആവശ്യമാണ്. ഇവിടുത്തെ ഉപാധി എന്താ? അന്ധക്കരണം, മായ ഇത്യാദികളാണ്. ടീക്കേ. അവിദ്യ, അന്ധക്കരണം. ഈ ഉപാധികൾ നിലനിൽക്കുമ്പോൾ നമ്മൾ ജീവേശ്വര ഭേദം കാണുമെങ്കിലും വാസ്തവത്തിൽ ജീവേശ്വര ഭേദം ഇല്ല എന്നർത്ഥം. ഇനി മൂലപാഠം നോക്കൂ, 7-ാം പേജിൽ. തേന സ്വേന രൂപേണ ആത്മന ഈശ. അതായത് ഈശാവാസ്യം എന്നുള്ളത് അങ്ങോട്ട് സ്പഷ്ടീകരിച്ചു തരികയാണ്. തേന സ്വേന രൂപേണ. നമ്മൾ ആദ്യം കണ്ടത് എന്താ? ഈശ എന്ന് പറഞ്ഞപ്പോൾ ഈശ്വരൻ തന്നിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന ആരോ ആണെന്ന് തോന്നിപ്പോകും. അത് ഒഴിവാക്കാനാണ് ഭാഷ്യകാരൻ ബോധപൂർവ്വം ഒരു പദപ്രയോഗം നടത്തിയത്. സ്വേന രൂപേണ, തന്റെ സ്വരൂപത്താൽ. ആണോ? ഇതെങ്ങനെയാ തന്റെ സ്വരൂപമാണ് ഈശ്വര സ്വരൂപം എന്ന് പറയാൻ കാരണം എന്താ? ഇത്രയും ക്ലാസ് വെച്ചിട്ട് ആരും പറ, എന്തുകൊണ്ടാണ് തന്റെ സ്വരൂപം ഈശ്വര സ്വരൂപമാണെന്ന് പറയുന്നത്? അതായത് പ്രതിബിംബങ്ങളുടെ സ്വരൂപം ബിംബമായതിനാൽ ജീവന്മാരുടെ സ്വരൂപം ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് ജീവനായിരിക്കുന്ന ഈശ്വരനാൽ എന്ന് പറയുന്നത്. കുട്ടികളെ, പ്രതിബിംബങ്ങളുടെ സ്വരൂപം ബിംബമാണ്, ജീവന്മാരുടെ സ്വരൂപം പ്രതിബിംബമാണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ സ്വരൂപം എന്തായിരിക്കും? ബിംബസ്വരൂപമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈശ എന്നുള്ളതിന് എങ്ങനെയും പറയാം, സ്വേനാത്മന എന്നും പറയാം. ഇവിടെ രണ്ട് സ്വരൂപമില്ല, ഒറ്റ സ്വരൂപം ഉള്ളതെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ജീവേശ്വര ഭേദം സിദ്ധിക്കാൻ പറ്റുക? ആയതിനാൽ ജീവൻ എന്നുള്ളത് കേവല പരമാത്മാവ് തന്നെയാണ്. ഇതാണ് പറയേണ്ട ആവശ്യം വരുന്നത്. തുടക്കത്തിലെ പ്രസംഗം വെക്കാണ്. സ്വേന രൂപേണ ആത്മന, താനായിരിക്കുന്ന സ്വരൂപത്താൽ. വാസ്യം, വാസ്യത്തിന് അർത്ഥം ആച്ഛാദനീയം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഈശ്വര സ്വരൂപത്തെ ആലോചിച്ചും കൊണ്ട് ഈ ജഗത്തിനെ നിഷേധിക്കണമെന്നല്ല പറഞ്ഞത്. താനായിരിക്കുന്ന ബ്രഹ്മത്തിൽ കൽപ്പിതമായിരിക്കുന്ന ജഗത്ത്, ആ കൽപ്പിത ജഗത്തിന് സത്ത ഇല്ല എന്നുള്ളത് കൊണ്ട്, അസ്തിത്വം ഇല്ല എന്നുള്ളത് കൊണ്ട് താൻ മാത്രമേ ഉള്ളൂ, അതിൽ കൽപ്പിതമാണ് ഈ ജഗത്ത്. കൽപ്പിതത്തിനെ ആലോചിക്കാതെ കേവലനായിരിക്കുന്ന ഞാനായിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് നിധിധ്യാസനം വരെ എത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. തുടക്കത്തില് ഇത് എത്രയോ ഹൈറ്റിൽ കയറിപ്പോയി. ഇത് തേന സ്വേന രൂപേണ ആത്മനാ വാസ്യം. വാസ്യം ആച്ഛാദനീയം, ജഗത്തിനെ ആച്ഛാദനം ചെയ്യണം. ഏതിനാൽ? ഞാനായിരിക്കുന്ന പരമാത്മാവിനാൽ. ഇതാണ് ഈ പറഞ്ഞത്. അപ്പൊ ഈശ എന്നുള്ളത് ആരാ? ഞാനായിരിക്കുന്ന പരമാത്മാവിനാൽ എന്നാണ് ഉദ്ദേശിച്ചത്. ഈശ തൃതീയാന്തം. അപ്പോൾ ഈട്ട് എന്നുള്ളത് ഞാനായിരിക്കുന്ന പരമാത്മാ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ജഗത്ത് എവിടെയാ കൽപ്പിതം? എന്നിൽ കൽപ്പിതമാണ്. എന്നിൽ കൽപ്പിതമായിരിക്കുന്ന ജഗത്ത് ഇല്ലാത്തത് കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്നിൽ കൽപ്പിതമായിരിക്കുന്ന ജഗത്ത് ഇല്ലാത്തത് കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം? അതായത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ അപരോക്ഷതയിലേക്ക് എത്തിച്ചിട്ടില്ല അവിടുത്തെ പങ്ക്തി. മനസ്സിലായോ? അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള വിചാരത്തിൽ നിൽക്കണം. അതായത് ശ്രവണസ്ഥലത്തും മനസ്സിലാക്കേണ്ടത് ഞാനായിരിക്കുന്ന പരമാത്മാവേ ഉള്ളൂ. മനനത്തിലൂടെ, മനനം എന്ന് പറഞ്ഞാല് യുക്തിയ സംഭാവിതത്വ അനുസന്ധാനം. യുക്തിയിലൂടെ ഇങ്ങനൊരു വസ്തുവിന്റെ സംഭാവനയുണ്ട് എന്ന് നിശ്ചയിക്കുകയാണത്. അതായത് എപ്രകാരം ഒരു മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നുണ്ടാവുന്ന ശരാവാദികൾ അറിയാമോ? സുവർണത്തെ അറിഞ്ഞാൽ സകല സുവർണ ആഭരണത്തെയും അറിയാമോ? ഇതേപോലെ ഏകനായിരിക്കുന്ന പരമാത്മാവിനെ അറിഞ്ഞാൽ സകലത്തെയും അറിയാമെന്നുള്ളത് കൊണ്ട് പിന്നെന്താ വേണ്ടത്? ഏകനായിരിക്കുന്ന പരമാത്മാവിൽ ഈ ജഗത്ത് മൊത്തം കൽപ്പിതമായതിനാൽ ഇവയ്ക്ക് സത്തയില്ല, ഞാനേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇതെന്തിനാ പറയുന്നത്? മറ്റു വസ്തു ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചോ. കാരണം അതിനെ പ്രാപിക്കേണ്ടതാണ്. പ്രാപിക്കാനായിട്ട് വസ്തു ഇല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ ആരുടെ പ്രാപ്തി എപ്പോൾ വരാത്തത്? സ്വരൂപപ്രാപ്തി. അതിനിപ്പോ എന്ത് ചെയ്യണം? അന്യാകാര വൃത്തിയില്ലാതെ ബ്രഹ്മാകാര വൃത്തിയിലിരിക്കണം. ഈ വൃത്തിയിൽ ഇരുന്നാലോ? ഇതാണ് നമ്മളുടെ നിധിധ്യാസന സ്ഥലം വരുന്നത്. ശ്രവണ മനനാനന്തരം ശ്രവണസ്ഥലത്തും മനനസ്ഥലത്തും എന്തുണ്ട്? പുതിയൊരു വൃത്തി വരുന്നുണ്ട്, നേരെ ജ്ഞാനം ഉണ്ടാവുന്നുണ്ട്.
ഈ ജ്ഞാനം, ഇപ്പോഴുണ്ടായിരിക്കുന്ന ജ്ഞാനത്തെ അപരോക്ഷതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നിധിധ്യാസനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രവണവും മനനവും നിധിധ്യാസനവും. ആവൃത്തി രസകൃത ഉപദേശാന്ന് പറയും. ശ്രവണ മനന നിധിധ്യാസനങ്ങളുടെ ആവൃത്തി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം എന്നർത്ഥം. ആവൃത്തി പലവട്ടം ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാ? ഉപദേശവും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ശ്വേതകേതുവിന് തത്വമസിയുടെ 9 വട്ടം ഉപദേശം ചെയ്തതുകൊണ്ട് ആരാണെങ്കിലും ജ്ഞാനം കിട്ടുന്ന കാലത്തോളം ശ്രവണ മനന നിധിധ്യാസനം ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് മനനത്തിലെത്തുന്നവരെ ശ്രവണവും നിധിധ്യാസനത്തിലെത്തുന്നവരെ മനനവും, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇവയുടെ അനുസന്ധാനം ചെയ്തിട്ട് ബ്രഹ്മാകാര വൃത്തി വരെ ഇത് നിലനിർത്തിയേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി വരെ നിലനിർത്തണം. ഇവിടെ ഇപ്പോൾ ഈശാവാസ്യം ഇദം സർവം എന്നുള്ള ഉപദേശത്തിലൂടെ ഞാൻ മാത്രമാണ് ഇവിടെയുള്ള വസ്തു, ഇത് കൽപ്പിതമാണ്, ആയതിനാൽ ഇനി ഈ ജഗത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ഞാനായിരിക്കുന്ന ശുദ്ധൻ എങ്ങനെ ഞാൻ ശുദ്ധ ബ്രഹ്മമായി എന്നുള്ളതാണ് അടുത്ത പടി നമ്മളെ ചിന്തനം നടക്കുന്നത്. എന്നിട്ട് ഉരുത്തിരിയുന്ന ബോധമുണ്ട്. ആ ബോധം വീണ്ടും വീണ്ടും കേൾക്കുന്നതനുസരിച്ച് സ്പഷ്ടത മാറുന്നുണ്ട്. അതിനാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിയെ നിരന്തരമായി നിലനിർത്താൻ വേണ്ടിയാണ് മുന്നോട്ടേക്ക് തെക്തേന എന്നും പറഞ്ഞ് ത്യാഗമായിരിക്കും സന്യാസത്തെ വിധാനം നടത്തിയത്. ഇതിൽ നിന്ന് ഉത്പന്നമാവുന്നതാണ് അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി. ആ വൃത്തി വരുന്ന കാലത്തോളം അനുസന്ധാനം ചെയ്തേ പറ്റത്തുള്ളൂ എന്നർത്ഥം. അതിനു വേണ്ടിയാണ് എന്ത് പറയുന്നത്? വാസ്യം എന്ന് പറഞ്ഞാൽ ആച്ഛാദനീയം. ഇതിന്റെ അർത്ഥം എന്താ? കേവല ബ്രഹ്മാകാര വൃത്തിയിൽ മാത്രം നിൽക്കണം. ബ്രഹ്മമാരാ? ഞാൻ. ഈശാനാരാ? ജഗത്തിന്റെ കാരണം എന്നല്ല ശരിക്കും ഇതിന്റെ അർത്ഥം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അധ്യാരോപ അപവാദ ന്യായത്തിലൂടെ അധിഷ്ഠാന ബ്രഹ്മത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നപ്പോൾ നമ്മൾ ഞാനായിരിക്കുന്ന അധിഷ്ഠാന ബ്രഹ്മം, അതിൽ കൽപ്പിതമായിരിക്കും ജഗത്തില്ല. ജഗത്ത് തോന്നുന്നത് അവിദ്യ കൊണ്ടാണ്. ആയതിനാൽ ആവിദ്യകമായിരിക്കുന്ന വസ്തു ഇല്ലെന്നിരിക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഞാനായിരിക്കുന്ന വസ്തു എങ്ങനെയാണ് ശുദ്ധബ്രഹ്മ സ്വരൂപമാകുന്നത് എന്ന് നിശ്ചയിച്ചെടുക്കുന്നുണ്ട്. ടീക്കേ, ഈ വൃത്തിയിൽ ഇരിക്കാനാണ് ഈ പറഞ്ഞത്. ഇതിനെയാണ് ആച്ഛാദനീയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ടീക്ക നോക്ക്, വസ ആച്ഛാദനേ. വാസ്യം എന്നുള്ള രൂപം ഉണ്ടായത് വസ ആച്ഛാദന എന്നുള്ള ധാതുവിൽ നിന്നാണ്. ടീക്കേ, വസനിവാസ ധാതു ഉണ്ട്. വസ ആച്ഛാദനം, വസനിവാസം, വസ സ്നേഹമോഹാദികൾ, ഇങ്ങനെ 3 വിധത്തിൽ വസ ശബ്ദത്തിന് അർത്ഥം എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് വസ ആച്ഛാദനേ എന്നുള്ള അർത്ഥത്തിലുള്ള വസധാതു വേണം. അസ്യ രൂപം വാസ്യം, അസ്യ വസ ആച്ഛാദന ഇത്യസ്യ രൂപം വാസ്യം. വസ ആച്ഛാദന എന്നുള്ള ധാതുവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത രൂപമാണ് വാസ്യം. വാസ്യം എന്ന് പറയുന്ന അർത്ഥം ആച്ഛാദനീയം. ആച്ഛാദനീയം അവിടെ കാണുന്നുണ്ട്. ടീക്ക്, ആച്ഛാദനം ചെയ്യും. ഇതിന്റെ ആച്ഛാദനം എങ്ങനെയാ? സർവം താനായിരിക്കും എന്ന് പറഞ്ഞാൽ സർവമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ പിന്നെ സർവം ഇല്ല എന്നുള്ള ഭാഗമൊക്കെ എടുത്തു കളയും. ഞാനായിരിക്കുന്ന കേവലൻ എന്നുള്ള ബുദ്ധിയിൽ നിൽക്കും. ഇനി ഭാഷ്യം കണ്ടോ. കിം, ഏതിനെയാണ് ആച്ഛാദനം നടത്തേണ്ടത്? ഉത്തരം പറയണം, ഇതം സർവം, ഈ കാണുന്ന എല്ലാറ്റിനെയും. എന്തായി കാണുന്നത്? യത്കിഞ്ച, ഏതാണെങ്കിലും വേണ്ടിയില്ല എന്ന് പറയുന്ന അർത്ഥം യത്കിഞ്ചേത്, എന്ത്? ജഗത്യാം. ഇതിന് നമ്മൾക്ക് 2 പേജ് കഴിയുമ്പോഴേക്ക് കൂടുതൽ വ്യാഖ്യാനം പറയട്ടോ. ഇവിടെ ഇപ്പോൾ ജഗത്യാം എന്നുള്ളതിന് പൃഥ്വിയാം എന്നേ അർത്ഥം എടുത്തുള്ളൂ. പൃഥ്വിയാം ജഗത്ത് എന്ന് പറഞ്ഞാല് പൃഥ്വിയിലെ സർവം എന്നേ അർത്ഥം ഇവിടെ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. പൃഥ്വി മാത്രമല്ല, പൃഥ്വി, മറ്റെല്ലാ ലോകങ്ങളും ആകാശവും എല്ലാം ഉൾപ്പെടും. ഇതൊന്നും തന്നെ ഈ ബ്രഹ്മത്തിൽ ഇല്ല. യത്കിഞ്ചിത് ജഗത്യാം, ജഗത്യാം അർത്ഥം ചെയ്തു പൃഥ്വിയാം, പൃഥ്വിയിൽ, ജഗത്തിൽ എന്നുള്ള പൃഥ്വിയിൽ. പൃഥ്വിയിൽ എന്ത്? ജഗത്ത്. അപ്പൊ എന്താ അർത്ഥം കിട്ടും? ഉള്ള വസ്തുക്കൾ സർവം എന്നർത്ഥം കിട്ടും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പൃഥ്വിയിലെ എല്ലാ വസ്തുക്കളും സ്വേന ആത്മന ഈശേന പ്രത്യേകാത്മതയാ വാസ്യം. ജഗത്തിൽ കാണുന്ന ഈ എല്ലാ വസ്തുക്കളെയും സ്വേന ആത്മനാവാസ്യം എന്നർത്ഥം. സ്വേന ആത്മ എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപത്താൽ. തന്റെ സ്വരൂപം എന്താണ്? ഈശ്വര സ്വരൂപമാണ്. അതുകൊണ്ടാണ് ഈശേന. ഇത് ഈശ ശബ്ദത്തിൽ നിന്നും വന്നാട്ടോ. ഈശ, ഈശോ, ഈശാഹ എന്നുള്ളതിൽ തൃതീയാന്ത ഈശേന. ഈശ്വരനാരാ? പ്രത്യേകാത്മസ്വരൂപനാണവൻ, ബിംബസ്വരൂപനായിട്ടിരിക്കുന്നേ. അപ്പോൾ പ്രതിബിംബസ്വരൂപം തന്നെയാണോ അല്ലെ ബിംബസ്വരൂപത്തെ എടുക്കണോ? ബിംബസ്വരൂപം. പ്രതിബിംബം എന്ത് ചെയ്യും? രണ്ടിനും അതായത് പ്രതിബിംബത്തിന്റെ സ്വരൂപം തന്നെ ബിംബസ്വരൂപമാണ്. അപ്പം പ്രതിബിംബ അഭിന്നമായിരിക്കുന്ന ബിംബസ്വരൂപത്തെ മനസ്സിലായിക്കൊള്ളുക. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഡീറ്റെയിൽ ഇവിടെ. അഹമേവ ഇതം സർവം.
ഞാൻ മാത്രമാകുന്നു ഈ കാണുന്നതെല്ലാം. ഇതിനൊന്നും ആർക്കും ഡീറ്റെയിൽ ചെയ്തു തരാൻ പറ്റുമോ? അഹമേവേദം സർവം. പരമാത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ. അഹമേവിധം സർവത്തിന് പരമാത്മാവ് വരെ പോകേണ്ട കാര്യം എന്താ? ഞാനായിരിക്കുന്ന പരമാത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ. അഹമേവിധം സർവം, ഞാൻ മാത്രമാകുന്നു ഈ ഞാൻ കാണുന്നതെല്ലാം. ആ മാത്രമേ. പരമാത്മാവാണ് വേറെ കാര്യം. പക്ഷെ ഇത്രയതിന് അഹമേവിധം സർവം, ഇതം സർവം ഈ കാണുന്നതെല്ലാം ഞാൻ മാത്രമാകുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഞാനേ ഉള്ളൂ. ഞാനേ ഉള്ളൂ. ഇത് ആരാ ചിന്തിക്കുന്നേ? ഞാൻ തന്നെ. ഞാൻ തന്നെ. എന്തിന്റെ തകരാറായിരുന്നു? അജ്ഞാനത്തിന്റെ തകരാറ്. അതന്നെ. ജ്ഞാനി ആയിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്തനത്തിന്റെ ആവശ്യം വരുന്നില്ല. അജ്ഞാനി ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അജ്ഞാനത്തെ നഷ്ടപ്പെടുത്താൻ അധിഷ്ഠാന ജ്ഞാനം ഉണ്ടാക്കേണ്ടത്. ആ അധിഷ്ഠാന ജ്ഞാനം ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും മെനക്കെടുണ്ട്. എന്ന് പറയാം, ജഗത്തിനെ നിഷേധിച്ചുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ മതി. ഞാൻ മാത്രമേ ഉള്ളൂ, ഇനി വേറെ വസ്തു ഇവിടെ ഇല്ല. അഹമേവിധം സർവം ഇതി പരമാർത്ഥ സത്യരൂപേണ. പരമാർത്ഥ സത്യരൂപാരാ? ഞാനായിരിക്കുന്ന പരമാത്മ. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ അമ്പലപ്പറമ്പിലെ ദേവതയല്ല ഈശ്വരൻ. ഈശ്വരൻ തന്നിൽ നിന്ന് ഭിന്നനോ അല്ല. 2 ദിവസം മുന്നേ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്നപ്പോ നിങ്ങള് എന്താണ് എവിടത്തെയാണ് ഇപ്പൊ ഉത്സവം നടക്കുന്നത്, കൊടുങ്ങല്ലൂരിലെ കാര്യം ചോദിച്ചിട്ട് ഈശ്വരനെ പോലും നിഷേധിച്ചു കളി. അന്നേരമാണോ കല്ലിലെ ദേവത? കല്ലിലെ ദേവതയല്ല, പുറമെ ദേവത ഉണ്ടെങ്കിൽ പോലും നിഷേധിക്കും. അതെന്തുകൊണ്ടാ? തന്റെ എത്ര അസ്തിത്വം ഉണ്ടോ അത്രയ്ക്കും ദേവതയ്ക്ക് അസ്തിത്വമുള്ളൂ. ദേവത മിഥ്യയാണ്. ഞാൻ എന്നുള്ള ഇവിടെയുള്ള ഇപ്പോഴുള്ള ഭാവവും മിഥ്യയാണ്. പിന്നെ ഞാൻ ഏതാണ് ഒറിജിനൽ? ഇവിടെയാണ് പ്രശ്നമുള്ളത്. ഓക്കെ, 2 ഞാൻ ഇരിക്കുന്നുണ്ട്. ഒന്നിവിടെ ഇപ്പോൾ ഞാൻ എന്ന് ശരീരത്തിൽ അഭിമാനിക്കുന്നവൻ, അവനെ അല്ല ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അവൻ ഉപഹിതനാണ്. അവന്റെ ഉപാധി മാറ്റിക്കഴിഞ്ഞാൽ അവൻ തന്നെ ശുദ്ധഭാവത്തിലിരിക്കും. അതായത് ഉപാധിയായിരിക്കുന്ന കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ ബിംബമായിരിക്കുന്ന മുഖം മാത്രമേ ഇരിക്കുന്നത് പോലെ. അന്നപ്പോൾ പ്രതിമുഖം കാണുമ്പോൾ പ്രതിമുഖത്തോട് പറയാണ്, നീ വാസ്തവത്തിൽ ബിംബമാണ് മോനെ. അല്ലല്ല, ഞാൻ പ്രതിബിംബ. അത് നിന്റെ ഉപാധിയിലൂടെ നീ കരുതുകയാണ് ഞാൻ ഈ പ്രതിബിംബമാണെന്ന്. അന്ധകരണത്തിലൂടെ ജീവൻ കരുതുകയാണ് ഞാനാണ് ജീവൻ, എന്നിൽ നിന്ന് ഭിന്നനാണ് എന്റെ ബിംബമെന്ന്. അപ്പൊ പ്രതിബിംബത്തോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്, നീയും നിന്റെ ബിംബവും തമ്മിൽ വ്യത്യാസമില്ല. ഇങ്ങനെ ഒരു അറിവ് അപരോക്ഷതയിൽ എത്തിക്കഴിഞ്ഞാല് ഭേദബുദ്ധി നഷ്ടപ്പെടും. ജീവ ആത്മാ ഐക്യം എന്ന് പറഞ്ഞാല് പ്രതിബിംബനായിരിക്കുന്ന ജീവന് ബിംബസ്വരൂപനായിരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഐക്യമാണ്. ഇത് ഇല്ലാത്ത ഐക്യത്തെ ഉണ്ടാക്കിയതാണോ അല്ല ഉള്ള ഐക്യത്തെ പറഞ്ഞതാണോ? ഉള്ള ഐക്യത്തെ പറഞ്ഞതാണ്. ഉള്ള ഐക്യത്തെ പറഞ്ഞതാണ്. അപ്പോൾ അനൈക്യം എന്ന് പറയുന്ന ഭേദബുദ്ധി എന്തുകൊണ്ട് വന്നതാ? ഉപാധിയില് ഞാനെന്ന് അഭിമാനിച്ചത് കൊണ്ട് വന്നതാണ്. അതെന്തുകൊണ്ട് വന്നു? അറിവില്ലായ്മ കൊണ്ട്. എന്ന് പറഞ്ഞാല് ഞാൻ വാസ്തവത്തിൽ ബിംബമാണെന്നുള്ള അറിവില്ലായ്മ. അതിന് കാരണം എന്താ? അജ്ഞാനം. അപ്പൊ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അജ്ഞാനം നഷ്ടപ്പെടും. അജ്ഞാനം നഷ്ടപ്പെട്ടാല് ജീവേശ്വര ഭേദം ഉണ്ടാകത്തില്ല. ജീവേശ്വര ഭേദം ഇല്ലെങ്കിൽ ഈ ജഗത്തുമില്ല. സർവമിതി പരമാർത്ഥ സത്യരൂപേണ, പരമാർത്ഥമായിരിക്കും സത്യസ്വരൂപ ബ്രഹ്മത്താൽ, ഞാനായിരിക്കുന്ന ബ്രഹ്മത്താൽ. അനൃതമിതം സർവം. അനൃതം എന്ന് പറഞ്ഞാല് മിഥ്യ എന്നർത്ഥമാണ്. അനൃതം മിഥ്യ. ഭാഷകാരൻ മിഥ്യാശബ്ദ പ്രയോഗം നടത്തിയപ്പോൾ നടത്തി. അനൃത ശബ്ദത്തിന് മിഥ്യ എന്ന് പര്യായ പദമാണ്. ഇതം സർവം ചരാചരം, സകല ചരാചരങ്ങളും ആച്ഛാദനീയം, മൂടപ്പെടണം. എങ്ങനെ? സ്വേന പരമാത്മന, സ്വസ്വരൂപമായിരിക്കുന്ന പരമാത്മ ബുദ്ധിയാൽ, തന്നിൽ നിന്ന് അഭിന്നമായിരിക്കുന്ന പരമാത്മ ബുദ്ധിയാൽ ഈ സകല ജഗത്തും മൂടപ്പെടണം. എന്ന് പറഞ്ഞാല് ഞാനായിരിക്കുന്ന പരമാത്മാ മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു വസ്തുവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതിനെയാണ് പാണ്ഡിത്യ നിർവിദ്യ ബാല്യന തിഷ്ടാസേത് എന്ന് ബൃഹദാരണ്യത്തിൽ പറയാം. ബാല്യം എന്ന് പറഞ്ഞാൽ ബലസ്യഭാവം ബാലസ്യഭാവം എന്ന് രണ്ടാക്കാം. ഇത് ബലമാണ്. ബ്രഹ്മാകാര വൃത്തിയിൽ മാത്രം ഇരിക്കുക എന്നുള്ളതാണ് ബലം. അന്യാകാര വൃത്തി വരിക എന്നുള്ളത് അബലമാണ്, ബലക്കുറവാണ്. ഇതിലാണ് ബുദ്ധിമുട്ട്. ഏകാകാര ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കുക. ഇത് ഏതാ ബ്രഹ്മം? ഇവിടെയാണ് കേൾക്കുന്നവന് കുറച്ചറിവ് കൂടുതൽ അറിവും പറഞ്ഞ് മാറുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ടോ അത്രമാത്രയും ഈ വസ്തുവിന്റെ സ്പഷ്ടജ്ഞാനം ഉണ്ടാവും. ആ സ്പഷ്ടജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വസ്തുവിൽ നിരന്തര വൃത്തി നടത്തുക എന്നുള്ളതാണ് നിധിധ്യാസനം. അവിടെ ശ്രവണ മനന നിധിധ്യാസനങ്ങൾക്കനുസരിച്ച്, ബുദ്ധി
അപ്പോൾ ഒരു സെഷൻ കഴിഞ്ഞു. കുറച്ച് ടീക്കും കൂടി നോക്കി വെച്ചോ. തത്വതഃ ഈശ്വരാത്മകമേവ സർവം. വാസ്തവത്തിൽ ഈശ്വര സ്വരൂപം മാത്രമാണ് ഈ കാണുന്നത്. കാരണം കൽപ്പിത വസ്തുക്കൾക്ക് അധിഷ്ഠാനം മാത്രമായിരിക്കും സ്വരൂപം. ഭ്രാന്തിയ ഏത് അനീശ്വര രൂപേണ ഗൃഹീതം. ഞാൻ ഈ ശരീരത്തിൽ പോലും ഞാൻ എന്ന് അഭിമാനിച്ചു. ഇതെന്താ? ഭ്രാന്തിയായിരുന്നു. തത് സർവം. അപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ ഞാനെന്ന് അഭിമാനിച്ചതും എന്റെ ഈ ലോകവും എല്ലാം തന്നെ ഈശ്വര ഏവ ആത്മേവേദി ജ്ഞാനേനാച്ഛാദനീയം. ഈ വസ്തുക്കളെല്ലാം തന്നെ ഈശ്വരനാണെന്നും ഞാനായിരിക്കുന്ന പരമാത്മാവ് മാത്രമാണെന്നും എന്നുള്ള ബുദ്ധിയാൽ ഈ സകല ജഗത്തിനെയും ആച്ഛാദനം നടത്തണം. എന്ന് പറഞ്ഞാല് ഈ ജഗത്തിനെ കുറിച്ച് ഇനി ചിന്തിക്കരുത്, ഞാനായിരിക്കുന്ന ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കണം എന്നാണ് ഉപദേശം ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഉപദേശം കഴിഞ്ഞു. ജന്മം ഉണ്ടാകാനുള്ള കാരണം പൂർവ്വജന്മങ്ങളുടെ കർമ്മമാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിന്റെ ഇനിഷ്യൽ എങ്ങനെയായിരിക്കും അത് തുടങ്ങുന്നത്? നമുക്കൊരു ആദ്യമായിട്ടൊരു ജന്മം ഉണ്ടാകുമല്ലോ. പിടികിട്ടാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ വേദാന്തികൾ അനാദി എന്ന് പറഞ്ഞു വരുമെന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിന്റെ അറിവില്ലായ്മയാണ്. അതാണ് ഞാൻ എത്രയോ വട്ടം പറയുന്നത്, നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നില്ല. അമ്പലപ്പറമ്പിലെ ബുദ്ധി ഞാൻ പറയുന്നതേ, നമ്മൾക്ക് ഇപ്പോൾ ദേവതയും വാസ്തവമാണ്. നമ്മൾ നോക്കും, ഒരു സഹസ്രാമം ചൊല്ലിയിട്ട് പഠിച്ചാൽ ശരിയാവും. എന്താ പറയല്, നമ്മുടെ ഗുരുക്കന്മാർക്ക് അങ്ങനെ ചളി തേച്ച് വെച്ചതാണ്. ഒരു പ്രാവശ്യം ഞാൻ 4-1 ക്ലാസ്സിൽ നിന്നും 4-1 കാലം കൊണ്ടും 4-1 സുഹൃത്തുക്കളിൽ നിന്നും എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്. അന്ന് സഹപാഠികളിൽ നിന്നൊക്കെ പറയും. ടീക്കേ. അന്നപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നവരായിരിക്കും കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്യാം. അപ്പൊ പിന്നെയും നമ്മൾ ചോദിപ്പിക്കണം. അപ്പൊ അവിടെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഏത്? അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സന്യാസിയോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഏത് ഭാഷയിലാണെങ്കിൽ പോലും ചോദിച്ചു നോക്ക്, അതായത് ജ്ഞാനത്തിന് ഉപാസന വേണ്ടേന്ന്. എന്നിട്ട് ആരെങ്കിലും നിങ്ങൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ വിളിച്ചറിയിക്കുക. പക്ഷേ പറഞ്ഞതാണ് ശരി. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞ സ്വാമിയോട് ചോദിക്കണം. കാരണം ഇന്നത്തെ ഈ ബൃഹദാരണ്യ പ്രശ്നത്തിനനുസരിച്ച് ഉപാസന നിഷേധിച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല പല ഏരിയയിലൂടെ പോയിട്ട് അത് ഞാൻ എൻ്റെ ഒരു സ്പീച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അതൊന്ന് കേട്ടു, 2 ഉണ്ട്. ശരി, 2 സ്പീച്ചിൽ ഏതെങ്കിലും ഒന്നിൽ ഞാനിതിന് രണ്ടാമത്തെ സ്പീച്ചിൽ അത് വിശദീകരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ പോകുന്നതെന്നുള്ളത്. അത് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാക്കില്ല ഏത് വഴി പോയി. അത് സന്യാസിയാണ് അസന്യാസിയൊന്നും അല്ല മക്കളെ. ഇത് കെട്ട തലയായിട്ട് ഉപാസനയും ചെയ്തിട്ട് നാട്ടുകാർക്കൊന്നും എനിക്കെന്തോ സംഭവം വിചാരിച്ചിരിക്കുകയാണ്. അതല്ല, നിങ്ങളല്ല ഇതിന്റെ അതോറിറ്റി. ഇത് ചെയ്യാതെങ്കിലും ചെയ്തില്ലെങ്കിലും ഇതൊന്നും അല്ല സത്യം. കേവല പരമാത്മാവെന്ന് മനസ്സിലാവുന്നവൻ വേറെ ഒരുത്തനുണ്ട്. അവന് വേണ്ടി മാത്രമാണ് ഈ പറയുന്നതല്ല. അല്ലാതെ കേൾക്കാൻ വേദാന്തവും ചെയ്യാൻ ഉപാസന എന്ന് പറയുന്ന മരത്തലയന്മാർക്ക് വേണ്ടിയുള്ള സാധനമല്ല. ठीक है. അങ്ങനെയുള്ള കുറെ എണ്ണത്തിന് കാണാം. കേരളത്തിലെ വേദാന്തം ശുദ്ധ ശാങ്കര വേദാന്തമേ അല്ല. ശുദ്ധ ശാങ്കര വേദാന്തം നിങ്ങൾക്ക് ഒരു ഗുരുവിന്റെ വായിൽ നിന്നും കേരളത്തിന് കിട്ടൂല. നിങ്ങൾ പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. ठीक है. നിങ്ങളുടെ നെയിം എടുത്താൽ പറഞ്ഞുതരാം. നിങ്ങളുടെ സിദ്ധാന്തം പേര് ഞാൻ പറയുന്നില്ല, ആര് പറഞ്ഞാലും ഉപാസനയായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ഒരു വേദാന്തം അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കരുതുക, എന്താ ഉപാസന ചെയ്ത് ഒരു കാക്ക പറന്ന് കിലോമീറ്റർ താണ്ടിയപ്പോൾ കാക്കയുടെ ക്ഷീണം കൊണ്ട് ആ കറുപ്പ് നിറം കൊടുക്കുന്ന സാധനത്തിന് പേരെന്താ? തൊലിക്ക് ബ്ലാക്ക് കൊടുക്കുന്നത് എന്താണ്? ലെമനിനോ? ഈ സാധനം കാക്കയുടെ അങ്ങനെ കാക്ക വെള്ളക്കാക്കിയായി. പിന്നെ തിരിച്ചു വന്നപ്പോൾ വീട്ടുകാരും പറഞ്ഞു ഇനി കേറ്റൂല കാക്കയെ. കാക്ക ജാതിഭ്രഷ്ടനായിപ്പോയി. ഇത് സംഭവിക്കുമെങ്കിൽ ഉപാസന കൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനത്തിലെത്താം. ഉപാസനയ്ക്ക് 3 ഫലമേ ഉള്ളൂ, 3 വിധ ഉപാസനയേ ഉള്ളൂ. കർമ്മ അവബദ്ധ ഉപാസന കർമ്മത്തിന്റെ ഫലം കൂട്ടും. പിന്നെന്താ ഉള്ളത്? അഭ്യുദയത്തിനായിട്ടുള്ള ഉപാസനയുണ്ട്, പഞ്ചാഗ്നി ഉപാസന. അത് ഹിരണ്യഗർഭ ലോകത്തെത്തിക്കും. പിന്നെയുള്ളത് ക്രമമുക്തിക്കുള്ള ഉപാസന, അത് ഹിരണ്യഗർഭ ഉപാസന. ഈ 3 അല്ലാതെ ഉപാസന കൊണ്ട് നിങ്ങൾക്ക് ഒരു സാമാനം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഏത് ഗുരു ചാടിയാലും ശങ്കര വേദാന്തത്തിന്റെ അപ്പുറത്ത് ചാടാൻ പറ്റുന്നില്ലല്ലോ. ഇത് എഴുതി വെച്ച ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്രത്തിലുള്ള സാധനമാണ്. 3 ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് അവിടെ. അന്നപ്പോൾ ഉപാസന എന്ത് കിട്ടാൻ? ഇനി നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ വരും. ഇപ്പത് അന്നപ്പോൾ ഇതെന്തുകൊണ്ടാ? ഉപാസന എന്ന് പറഞ്ഞാൽ കൽപ്പിത വസ്തുവാണ്. അവിടെ നമ്മൾക്ക് യഥാർത്ഥ ബുദ്ധിയാണ്, ഇതാണ് എത്തിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഇല്ലാത്ത സ്ഥലത്തുള്ള ഈ യഥാർത്ഥ ബുദ്ധി ഉണ്ടല്ലോ, ഇത് നഷ്ടപ്പെടാത്ത കാലത്തോളം ആദ്യ ജന്മം എവിടുന്ന് കിട്ടിയെന്ന് ചോദ്യം ചോദിക്കും.
കയറിലെ സർപ്പം, കയറിലെ സർപ്പത്തിന്റെ അച്ഛൻ ആരാ? കയറിൽ കണ്ട സർപ്പത്തിന്റെ അച്ഛൻ വേണ്ട, അച്ഛനെ ചോദിച്ചാൽ പ്രശ്നം, അമ്മയെ ചോദിക്കാം, പ്രശ്നമാക്കണ്ടേ. അമ്മ ആരാ? കോബ്രയാണോ വൈപ്പറാണോ? ഇതിന് ഉത്തരം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള അതിന് ഉത്തരം തരാം. ഞാൻ വെറുതെ ചോദിച്ചല്ല, ഈ സംഭവം ഇതിൽ കെട്ടാൻ ഇതേ പറ്റത്തുള്ളൂ. മായയോ? ഏതിനാണ് ഇവിടെ മായ എന്ന് പറയുന്നത്? ഇപ്പോൾ അതോള് തെറ്റിപ്പോയി. കയറിൽ കയറിന്റെ സർപ്പം മായ. ഇല്ലല്ലോ, അയാളിന് പിന്നെ സർവമില്ലല്ലോ. അതെങ്ങനെയാ? സർപ്പത്തെ കണ്ടിട്ടില്ലേ? അത് മിഥ്യാസർപ്പത്തെ അല്ലേ സ്വാമിജി ആ കണ്ടത്? മിഥ്യാസർപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിച്ചത്. പ്രാതിഭാസികമായിട്ട് അവിടെ സർപ്പം ഇല്ലേ നിങ്ങളുടെ സിദ്ധാന്തത്തില്? ആന്ത് മറന്നു വന്നത്? ആ ഉണ്ട്. ഉണ്ട്. ആ പ്രാതിഭാസിക സർപ്പത്തിന്റെ കാരണം ആരാ? മായ, അവിദ്യ. കയറിന്റെ വിദ്യ. കയറിന്റെ അജ്ഞാനം. കയറിന്റെ അജ്ഞാനം. കയറിന്റെ അജ്ഞാനം കയറാണോ? കയറിന് ഭിന്നമാണോ? കയറ് കയറിന്റെ അജ്ഞാനം കയറ് തന്നെയാണോ? ആണോ? കയറിന്റെ അജ്ഞാനം അപ്പൊ കയറിന്റെ അജ്ഞാനം കയറാണെങ്കിൽ അത് സർപ്പവുമാണ് കയറുമാണെന്ന് പറയേണ്ടി വരും. കാരണം കയറിന്റെ അജ്ഞാനം കയറല്ലേ. കയറുള്ള സമയത്ത് സർപ്പരൂപത്തിൽ കാണാം, ആർക്കും കാണാൻ പറ്റണം. കയറിനെ കയറായിട്ട് വ്യവഹരിക്കുന്നത് പോലെ കയറിനെ സർപ്പരൂപത്തിൽ വ്യവഹരിക്കാൻ പറ്റണം എല്ലാവർക്കും. മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ സംസാരിക്കുന്നവർ എന്താ ഉദ്ദേശം എന്നുള്ളത്? കവിയുടെ ഉദ്ദേശം പിടികിട്ടുന്നുണ്ടോ? എന്താന്ന് പറഞ്ഞാലേ, ഒരു വസ്തുവിലെ മായ എന്നുള്ള അവിദ്യ അധിഷ്ഠാനത്തിന് ഭിന്നവുമല്ല അഭിന്നവുമല്ല, അനിർവചനീയ വസ്തുവാണ്. അനിർവചനീയത എന്ന് പിടികിട്ടാൻ തന്നെ എടുക്കും വർഷങ്ങൾ. ഈ അനിർവചനീയ വസ്തു ആയതുകൊണ്ട് സത്വമല്ല അസത്വമല്ല ഒന്നുമല്ല, കാണുന്നേരം ഹാ എന്ന് പറയാമെന്നല്ലാതെ വസ്തുവില്ല. അപ്പൊ ജന്മം ഇടുന്നുണ്ടായി. ഏത് ജന്മമാണ് ചേട്ടൻ ചോദിക്കുന്നത്? നിങ്ങൾ വേണ്ട. വേദാന്തി രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യും. ഒരു നിലവാരത്തിൽ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും, അടുത്തത് സിസ്റ്റം പൊളിക്കാൻ വേണ്ടി പറയും. അതായത് ഈ ജഗത്തിന്റെ കാരണം ഏതാ? തിരിച്ചു ചോദിക്കുക, ഏത് ജഗത്തിന്റെ? ഈ ജഗത്തിന്റെ. നീ ആരോടായി പറയുന്നത്? നീ ഏത് ജഗത്തിനെ കണ്ടാ സംസാരിക്കുന്നത്? പിടികിട്ടുന്നുണ്ടോ ഇത്? നീ ആരോടായി സംസാരിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഈ ജഗത്ത് എവിടുന്ന് വന്നു? നീ അല്ലേ പറയുന്നത് ജഗത്തുണ്ടെന്ന്. ഞാൻ ജഗത്തിനെ കാണുന്നില്ലല്ലോ. ശരിക്ക്. ഞാൻ ഈ സംബന്ധിച്ച് ജഗത്തിരിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ അങ്ങേരോട് പറയാണ് ജഗത്തിന്റെ കാരണം ഏതാന്ന് വെച്ചാൽ ഞാൻ എന്ത് ചോദിക്കും? ഏത് ജഗത്തെന്ന് ചോദിക്കും. ഏത് ജഗത്ത്? മനസ്സിലായോ? അപ്പം ഈ ഒരു പാരമാർത്ഥിക നിലവാരത്തിലേക്ക് എത്തേണ്ട ആൾക്കാർ, വ്യാവഹാരിക നിലവാരം ശരിയാ, പക്ഷെ ആ വ്യാവഹാരികത്തെ പാരമാർത്ഥികം എന്ന് മാനിക്കുന്നത് ശരിയല്ല. അതായത് എന്നാ പിന്നെ ഇനീഷ്യേറ്റ് ചെയ്തത് ഏതിൽ നിന്നാണ് ഈ ജഗത്ത്? അവിടെ ഒരു കാരണം ഉണ്ടാവില്ലേ? അതാണ് മായ. മായ എന്ന് പറയുന്നത് വസ്തു, ഇല്ലാത്ത വസ്തു. അപ്പൊ നിങ്ങൾക്ക് ജഗത്തോ? ഇല്ലാത്ത വസ്തു. ഇല്ലാത്തൊരു ജഗത്തിന് ഇല്ലാത്തൊരു കാരണം. പിന്നെന്താ ഉള്ളത്? അധിഷ്ഠാനം മാത്രം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദഭാഗിനേ വ്യോമവദ്व्याप्तदेहाय. ഓം ശാന്തി ശാന്തി